വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന പാഠത്തിൻ്റെ 5ാമത്തെ പാർട്ടാവും നിങ്ങളെ 3 അളവുകൾ എന്ന് പറയുന്നതാണ്. 3 അളവുകൾ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ ഒരു ത്രികോണത്തിൻ്റെ കാര്യമായിരിക്കാവുന്നത് അല്ലേ. 3 വരുന്ന 3, 4 വരുന്നത് ക്വാഡ്രിലേറ്റർ അല്ലേ, 5 വരുന്നത് എന്താ പെൻഡഗൺ, 6 വരുന്നത് ഹെക്സഗൺ, ഇങ്ങനെ പറഞ്ഞത്. അപ്പം 3 അളവുകൾ വരുന്ന ഒരു ത്രികോണം നമുക്ക് ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. നോക്കിയേ, ഒരു സൈഡുകളാണ് നിങ്ങളെ, ആംഗിളുകളല്ല, വശങ്ങളാണ് കേട്ടോ. ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളത് എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ട് വേണം ചാടി കയറി എഴുതി വെക്കല്ലേ. ഇവിടെ നോക്കിക്കേ, നമ്മളോട് ചോദിച്ച എന്താണ് ഇവിടുത്തെ 3 അളവുകളാണ് അല്ലേ. അളവുകൾ നോക്കിക്കേ, അതായത് വശങ്ങൾ 3, 4, 2, 3, 4 എന്നീ സെൻറ്റിമീറ്ററുള്ള വശങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വശങ്ങളെല്ലാം 2 മടങ്ങാക്കി മറ്റൊരു ത്രികോണം വരയ്ക്കാൻ. ഇത് നോക്ക്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എത്രയാണ്? 2, 3, 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അങ്ങ് എന്താവും? 6 ആവും, 2 അങ്ങ് 4 ആവും, 4 അങ്ങ് 8 ആവും. ഇതിൻ്റെ വശങ്ങളെല്ലാം 2 മടങ്ങാക്കി മറ്റൊരു ത്രികോണം വരയ്ക്കാം. ആ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം 1.5 മടങ്ങാക്കിയാൽ ഇങ്ങനെ ഒരു ത്രികോണം എത്ര കിട്ടും? 1.5 മടങ്ങ്. 1.5 കേട്ടോ, 1.5 മടങ്ങ്. അപ്പോൾ ഇവിടെ താഴെ ഇവിടെ എത്രയായിരുന്നു? 4 ആയിരുന്നു കേട്ടോ. ഇവിടെ 4 ആയിരുന്നു, ഇവിടെ 3, ഇവിടെ 2. ഇതിൻ്റെ 1.5 മടങ്ങ് കേട്ടോ. എത്രയാ? 1.5 മടങ്ങാണ്. അപ്പം 3 എന്നുള്ളത് കേട്ടോ. 3ൻ്റെ പകുതി എത്ര ആവും നിങ്ങളെ? 3ൻ്റെ പകുതി 1.5 അല്ലേ, ഇല്ലയോ? 2ൻ്റെ പകുതി എത്രയാണ്? 1 ആണ്. 4ൻ്റെ പകുതി എത്ര? 2 ആണ്. അപ്പോൾ ഇതും കൂടി കൂട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം പകുതി എത്ര എന്ന് ആദ്യം നോക്കണം. 3ൻ്റെ പകുതി 1.5 ആണ്, 2ൻ്റെ പകുതി 1 ആണ്, 4ൻ്റെ പകുതി 2 ആണ്. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കിട്ടിയതും കൂടെ കൂട്ടുമ്പം നമുക്ക് എന്താ ഇതിൻ്റെ 2 എത്ര മടങ്ങാ? 1.5 മടങ്ങാക്കിയാൽ 1.5 മടങ്ങാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ 3ൻ്റെ കൂടെ 1.5 കൂട്ടിയാൽ 4.5, 2ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ 3, 4ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 6. അതെങ്ങനെയാണ് വന്നതെന്നൊന്ന് മനസ്സിലാക്കണേ കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇത് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നോക്കിയേ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം തമ്മിലുള്ള അംശബന്ധം. നമുക്ക് എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇതേലെ ഒരെണ്ണം നോക്കാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം തമ്മിലുള്ള അംശബന്ധം 3:5:7 ആണ്. നല്ലപോലെ ഒന്ന് നോക്കണേ. ഞാൻ വേണേ അത് ചെയ്ത് കാണിക്കാം. എല്ലാം അങ്ങ് പറഞ്ഞാലോ അല്ലേ. നോക്കൂ നിങ്ങളെ, ഇതൊരു ത്രികോണമാണ് അല്ലേ. ഇതൊരു ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം, ഇതെല്ലാം വശങ്ങളാണല്ലോ. ഈ വശങ്ങളാണോ ആംഗിളാണോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. വശങ്ങളുടെ നീളം ഇവിടെ എത്ര? 3, 5, 7 കേട്ടോ. ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് അല്ലേ എന്ന് വെച്ചാൽ എന്താണ്? പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, 45 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതായത് കണ്ടോ, 3 വശങ്ങളും തന്നിട്ടുണ്ട്, അതിൻ്റെ പെരിമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി ചെയ്തിട്ടേക്കുന്ന കണക്കാണ്, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടായോ നിങ്ങളെ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വന്നേക്കുന്നത്? അംശബന്ധം 3:5:7 എന്നാണ്. നിങ്ങളെപ്പോൾ ഇങ്ങനെ തന്നാലും നമ്മൾ ഇതുവരെ ചെയ്ത കണക്ക് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താ നമ്മൾ ചെയ്യാൻ നേരം എന്താവും നിങ്ങളെ. അതിനെന്താ 3x അല്ലേ. ഞാൻ പറഞ്ഞിട്ടോ 3x. ഇതിൻ്റെ ഇത് പറയാനെങ്കിൽ ഒരുപാടുണ്ട്, എളുപ്പവഴി വെച്ച് ഞാനങ്ങ് പറയുക കേട്ടോ. 3x എന്ന് വെച്ചാൽ 3യുടെ കൂടെ ഏതോ ഒരു സംഖ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 5x:7x എന്നാണ് കേട്ടോ. 3x = 5x അല്ല, 7 കേട്ടോ. എല്ലാ 7x 3x:5x:7 എത്ര വരുമെന്ന് അവർ പറഞ്ഞേക്കുന്നത്? ഇതെല്ലാം കൂടെ 15, അതായത് ഇത് കൂട്ടണേ. 3, 5, 3, 8, 8, 7, 15x വരും കേട്ടോ. ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര നിങ്ങളെ? 15x. ഇവിടെ നമ്മളോട് പറയുന്ന റേഷ്യോയെ എന്താ? അപ്പോൾ 15x എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടുന്നത് അല്ലേ. ചുറ്റളവ് നമുക്ക് തന്നായിരുന്നു എത്ര? 45 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൽ കേട്ടോ. 15x വന്ന എങ്ങനെയാണെന്നറിയോ? തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം കൂടെ കൂട്ടണം. നിങ്ങൾക്ക് എപ്പോൾ റേഷ്യോ തരുമ്പോഴും ആ റേഷ്യോ എല്ലാം കൂടെ ആദ്യം അങ്ങ് കൂട്ടണം കേട്ടോ. ഓക്കെ, 5, 3, 8, 8, 7, 15 x. നമ്മൾ എല്ലാത്തിൻ്റെ എക്സ് ഇട്ടാണ് റേഷ്യോ ചെയ്തേക്കുന്നത് കേട്ടോ.
അപ്പം എന്താ നമുക്ക് പെരിമീറ്റർ ഓൾറെഡി തന്നു 45 അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസിക്കൽ ടു തന്നിരിക്കുന്ന 45 ഈക്വൽ കഴിഞ്ഞിട്ട് എന്തുണ്ടോ അത് എഴുതിയതിന് ശേഷമേ 15 എക്സ് എന്ന് വെച്ചാൽ 15 ഇൻറ്റു എക്സ് ആണ്, 15 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു വന്നാൽ ഇപ്പുറത്ത് ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും 15 അല്ലേ. 15 3 കുഞ്ഞുങ്ങളെ 45, 15 3 45. അപ്പം നമുക്കിവിടെ എത്ര കിട്ടി? 3 കിട്ടി. 3 കിട്ടി. അപ്പം നമുക്കിനി ഓരോന്നിനെയും അത് വെച്ച് ചെയ്യണം. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 കിട്ടിയെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയാൽ ഒരു സൈഡ് 3x ആണ്, അടുത്ത സൈഡ് 5x ആണ്, അടുത്ത സൈഡ് 7x ആണ്. എക്സിൻ്റെ വില നമുക്ക് കിട്ടി 3. അപ്പോൾ 3 ഇൻറ്റു എക്സ്, 3 ഇൻറ്റു എക്സ് ആണ് 3x. അപ്പോൾ എത്ര? 3 ഇൻറ്റു എക്സ് എത്രയായിരുന്നു? 3 ഇൻറ്റു 3 9. മനസ്സിലായോ? അടുത്ത 5x, 5 ഇൻറ്റു എക്സ് അല്ലേ. 5x എന്ന് വെച്ചാൽ 5 ഇൻറ്റു 3 എത്രയാണ്? 15 കേട്ടോ. പിന്നെയോ 7x, 7 ഇൻറ്റു എക്സ് ആണ് 7x. അപ്പോൾ 7 ഇൻറ്റു 3, 7 3 21. വശങ്ങളുടെ നീളം 3 കിട്ടിയണ്ട. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. 3x നമ്മൾ എവിടെ എഴുതി? ഇവിടെ അല്ലേ. അപ്പോൾ അവിടെ എത്ര വരും? 9 വരും അല്ലേ. 5 അടുത്ത് 5ൻ്റെ എത്ര? 15. അപ്പോൾ ഇവിടെ 15. ഇത് റേഷ്യോയിലാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഈ റേഷ്യോ മാറ്റിയിട്ട് നമുക്ക് എന്താ സെൻറ്റിമീറ്റർ, എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് എഴുതാനാണ്. അപ്പോൾ 7 വന്നിടത്ത് എത്ര? 7 വന്നിടത്ത് 21 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എക്സർസൈസ് ചെയ്യാം. എക്സർസൈസിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കൂ നിങ്ങളെവിടെ പേജ് നമ്പർ 140, പേജ് നമ്പർ 140 ഒന്നാമത്തെ ചോദ്യം നോക്കട്ടെ. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഓരോ കോണും എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ, ത്രികോണം എന്ന് വെച്ചാൽ എന്താ? ഇതാണ് ത്രികോണം. ഈ ത്രികോണത്തിൻ്റെ കോണുകളാണ് നമ്മളോട് ചോദിച്ചത്. മുമ്പലത്തെ എന്താ? വശങ്ങളാണ്. വശം എന്ന് വെച്ചാൽ ഇതാണ് വശം അല്ലേ. വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വശം. പക്ഷേ ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചത്? കോണ്. ത്രികോണത്തിൻ്റെ കോണുകൾ, ആംഗിളുകളാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണേ കേട്ടോ. ആംഗിളുകൾ കേട്ടോ. എത്ര? 1 3 എവിടെ വേണേലും കൊടുക്കാം കേട്ടോ. 3 വശങ്ങൾ ആംഗിളുകളാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാക്കണേ കേട്ടോ. സൈഡാണോ ആംഗിളാണോ തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം. ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത്. ഒരു ത്രികോണത്തിൻ്റെ കോണുകളാണ് ഇവിടെ 1:3:5. ഇത് എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 1:3:5 എന്ന അംശബന്ധത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന കോണില്ല, 3 എന്ന് പറയുന്ന കോണില്ല. അപ്പോൾ കോണിലോട്ട് നമ്മൾ മാറ്റണം. ഓരോ കോണും എത്രയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ റേഷ്യോ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. റേഷ്യോ അല്ലേ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അംശബന്ധം. മലയാളം മീഡിയക്കാർ അംശബന്ധം നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. എത്ര? 1:3:5 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കോണുകൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം അല്ല 1:3:5. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? കോണുകൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കോണുകൾ അല്ലെങ്കിൽ ആംഗിളുകൾ, കോണുകൾ അല്ലെങ്കിൽ ആംഗിൾ അല്ലേ. ആംഗിൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നമുക്ക് എപ്പോൾ റേഷ്യോയിൽ തന്നാലും നമ്മൾ അതിനെ എന്താക്കണം? എക്സ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എക്സ് ഇട്ട്. അപ്പോൾ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 1 എന്ന് വെച്ചാൽ എക്സ് ആണ് കേട്ടോ. ഇനി 1x എന്ന് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. 1x എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1x എന്നാണ്. അപ്പോൾ എക്സ് എന്ന് ഇട്ടാൽ 1x എന്ന് ഇട്ടാൽ കേട്ടോ. അതിനെ പേടിക്കണ്ട. എക്സ് പിന്നെ എക്സ് ഉണ്ട്. പിന്നെ ഏതാ കോണുകളല്ലേ. എക്സ് 3x, എക്സ് പ്ലസിന് എന്നിട്ട് 3x പ്ലസ് 5x. എക്സ് എങ്ങനെ വന്നു? ഈ 1 ആണ്. 1 എന്നുള്ളത് 1x എന്ന് വേണേ ഇടാം. ഈ 1x എന്ന് ഇടത്തില്ല കുഞ്ഞുങ്ങളെ. എക്സിൻ്റെ വില 1 ആണല്ലോ. അപ്പോൾ പിന്നെ 1x എന്ന് കൊടുക്കണ്ട. എക്സ് പിന്നെ 3x 5x കേട്ടോ. ഈസിക്കൽ ടു ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എത്രയാവും കുഞ്ഞുങ്ങളെ? ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എപ്പോഴും എത്ര നമുക്കറിയാം? 180 ആണ്. ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ആണ്. അതറിയണേ കേട്ടോ. ഇത് ഈ ഇത്രയും 8ാം ക്ലാസ്സിലെ കണക്കുകൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതിലേക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കണക്കായത് കേട്ടോ. അതായത് നമുക്ക് റേഷ്യോ തരും. റേഷ്യോയുടെ കണക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ റേഷ്യോ തരും. തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം കൂടെ കൂട്ടുക. ഇവിടെ 1 ആയതുകൊണ്ടാണ് ഇവിടെ എന്ന് വെച്ചാൽ വേരിയബിളിന് 1 എന്നുള്ള, ഇപ്പോൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ് കേട്ടോ. അപ്പോൾ 3x എക്സ് എന്നുള്ള ഇത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1x എന്ന് തന്നെ അങ്ങ് കൊടുത്തു ചെയ്തു കേട്ടോ. ഇനി അത് എവിടുന്ന് വന്നു എന്നുള്ള ഡൗട്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വേണേൽ 1x എന്ന് നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറുമല്ലോ. അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. എന്നാലും ഇപ്പം 1x
3x 5x കൂടെ കൂട്ടുമ്പോൾ എത്ര എക്സ് വരും? 9x വരും. 9x ഈസിക്കൽ ടു 180 ഡിഗ്രിയാണ്. അപ്പം എക്സ് ഈസിക്കൽ ടു 9x അല്ലെങ്കിൽ 9x എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങൾ? 9 ഇൻറ്റു എക്സ് ആണ് കേട്ടോ. 9 ഇൻറ്റു എക്സ് ഇൻറ്റു ഇവിടെ വന്നാൽ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിവിഷനാണ്. അപ്പോൾ എത്ര വന്നത്? 20 ഇവിടെ വന്നത് കേട്ടോ. 20 എന്താ? എക്സിൻ്റെ വില 20. എക്സിൻ്റെ വില അപ്പോൾ നമുക്ക് കിട്ടി. എല്ലാ കണക്ക് റേഷ്യോയുടെ എക്സിൻ്റെ വില ആദ്യമേ അങ്ങ് കിട്ടുക, പിന്നെ ഇതിൻ്റെ വില വെച്ചിട്ട് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് ഒരു എക്സ് ആണ്. ഒരു എക്സ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു എക്സ് അല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ വേണേൽ അറിയാൻ വയ്യാത്ത എഴുതിക്കുക. ഒരു എക്സ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു എക്സ്. അപ്പോൾ 1 ഇൻറ്റു 20 ഈസിക്കൽ ടു 20 ആണ് ഫസ്റ്റ്. ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല എന്നാലും. അപ്പോൾ ഒന്നാമത്തത് അതുകൊണ്ട് ഇവിടെ 20 എന്നുള്ള കിട്ടി. അടുത്ത ഏതാ? 3x 3x. അപ്പോൾ 3x എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 3 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ വില നമുക്കിവിടെ കിട്ടിയേ 20. ഓക്കെ, 20 ഇൻറ്റു 3 2 3 6 60x 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഏതാ? 3ൻ്റെ 60 ഡിഗ്രി കിട്ടി. അടുത്ത ഇനി ഓർമ്മയുണ്ടല്ലോ 5x 5 ഇൻറ്റു എക്സ് ആണ് 5x. അപ്പം 5 ഇൻറ്റു 20 എത്ര? 2 10 100 ഡിഗ്രി. കണ്ടോ? ഒരിടത്ത് 100 ഡിഗ്രി, ഒരിടത്ത് 60 ഡിഗ്രി, ഒരിടത്ത് 20 ഡിഗ്രി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടോ? അതായത് ഈ കിട്ടിയ ആൻസറുകളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ എത്ര വന്നെന്ന്. എത്രയായിരിക്കും? 180. കാരണം എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ ടോട്ടൽ അകത്തെ ആംഗിളുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ, കോണുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം നമുക്ക്? 180 ഡിഗ്രി വരണം കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ മെഷർമെൻറ്റ് എത്ര? നിങ്ങളെ എത്ര ടോട്ടൽ മെഷർ എത്ര? 180 ഡിഗ്രിയാണ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് എളുപ്പമല്ലേ പഠിക്കാൻ? ഈ നിങ്ങൾ ഇതുവരെ ചെയ്ത കണക്കിലേക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കണക്കായത് കേട്ടോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ നോക്കിയേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം 2:3:4 ആണ്. ത്രികോണത്തിൻ്റെ മുമ്പ് നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, ഇത് കോണുകളായിരുന്നു ചോദ്യം കേൾക്കണം കേട്ടോ. ആംഗിളുകളാണ് ചോദ്യം, തിരിഞ്ഞു പോകരുത്. ത്രികോണത്തിൻ്റെ കോണുകളാണോ അതോ വശങ്ങളാണോ സൈഡുകളാണോ ആംഗിളുകളാണോ എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. ആംഗിൾ ആയതുകൊണ്ടാണ് ഇത് അകത്തെ നമ്മൾ എടുത്തത് കേട്ടോ. അകത്താണ് ആംഗിൾ. ഇനിയും വശങ്ങളാണ് കുഞ്ഞുങ്ങളെ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം 2:3:4 ആണ്. ഏറ്റവും വലിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ എല്ലാം നീളം കണ്ടെത്തുക എന്നാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ എല്ലാം നീളം കണ്ടുപിടിക്കുക. അപ്പം നമുക്കിവിടെ എന്താ? ഒരു ത്രികോണം വരയ്ക്കണം. ഒരു ത്രികോണം ഞാൻ വരച്ചു. ഇവിടെ നമുക്ക് വശങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ വശങ്ങളാണ് വേണ്ടുന്നത്. എത്ര അങ്ങ് എഴുതാം? 2:3:4. ആംഗിൾ ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വരച്ചേനി. ആംഗിൾ ആയിരുന്നെങ്കിൽ ഇത് വശമായതുകൊണ്ട് ഇതാണ് കേട്ടോ. സൈഡുകൾ ഇത് ഓക്കെയാണോ? വശങ്ങൾ നമുക്ക് കിട്ടി കേട്ടോ. സൈഡുകൾ എത്രയൊക്കെയാണ്? അതിൻ്റെ നമുക്ക് അംശബന്ധം ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ. അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ് നിങ്ങളെ? 2:3:4. നമുക്ക് അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എപ്പോഴും എങ്ങനെ എഴുതാം? അതിൻ്റെ സൈഡെന്ന് എഴുതാം അല്ലെ? വശങ്ങൾ, സൈഡ് അല്ലെങ്കിൽ വശങ്ങൾ എന്നെഴുതിയിട്ട് അല്ലേ? റേഷ്യോയിൽ തന്നു. വശങ്ങളിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതാം? 2x:3. എല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത കണക്കെല്ലാം ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലേ? റേഷ്യോയിൽ ഏത് കണക്ക് തന്നാലും എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ എക്സ് ഇട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. 4x. സംശയം ഉണ്ടാവും നിങ്ങൾ? ഇത്രയും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളോട് ഇനിയും ചോദിച്ചാൽ നമ്മൾ റേഷ്യോ തന്നിരിക്കുന്നതിനെ എന്ത് ചെയ്തു? എക്സ് ഇട്ട് മാറ്റി. ഇനിയും ഏറ്റവും വലിയ വശം, ഇതിൽ ഏറ്റവും വലിയ വശം ഏതാ? 4x ആണ്. നോക്കണേ, ഏറ്റവും വലിയ വശം നമ്മൾ എടുത്തെഴുതി. ഈ ഏറ്റവും വലിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ, ഏറ്റവും വലിയ വശം എന്നുള്ളത് നമ്മൾ എഴുതി. ഏറ്റവും ചെറിയ വശം എത്ര? നിങ്ങൾ ഇതിനകത്തിലേക്ക് ഏറ്റവും ചെറുത് 2x ആണ്. ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. 20 സെൻറ്റിമീറ്റർ കൂടുതൽ എന്ന് വന്നുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. കുറവായിരുന്നു ഇവിടെ മൈനസ് ഇട്ടേനെ കേട്ടോ. ഏറ്റവും വലിയ വശം എന്ന് വെച്ചാൽ 4x ആണ്. ഏറ്റവും ചെറിയ വശം എന്ന് വെച്ചാൽ 2x ആണ്. അപ്പോൾ ഏറ്റവും വലിയ വശം ഈസിക്കൽ ടു ചെറിയ വശം പ്ലസ് എത്ര കൂടുതലാണ്? 20 കൂടുതലാണ് കേട്ടോ. 20 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4x ഈസിക്കൽ 4x എന്നുള്ളത് ഇതും x ആണ്, ഇതും x ആണ്. അപ്പോൾ ഈ എക്സിനെയും കൂടി ഇങ്ങ് വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഇത് പോസിറ്റീവ് അല്ലേ? ഇല്ലേ? സമത്തിന് ഇപ്പുറം കിടക്കുമല്ലയോ? ഇപ്പുറത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എന്താ? അത് -2x ആയി കേട്ടോ. 2x ഈസിക്കൽ ടു 20. മനസ്സിലാക്കി തന്നെ എഴുതണേ.
ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്നതിനെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സൈൻ മാറും കേട്ടോ. 4x-ൽ നിന്ന് 2x പോയാൽ ബാക്കി 2x, 4x-ൽ നിന്ന് 2x പോയാൽ 2x = 20 ആണ്. അപ്പോൾ x = 20 ഡിവൈഡ് 2 = 10. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എക്സ് കിട്ടി. നമ്മൾ ഈ റേഷ്യോയുടെ ഏത് കണക്ക് നിങ്ങൾ നോക്കിയാലും ഫസ്റ്റ് നമ്മൾ അതിൻ്റെ എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ റേഷ്യോയുടെ വില വെച്ചിട്ട് ആ എക്സിൻ്റെ വില അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് റേഷ്യോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഇട്ട് കൊടുത്തു. എക്സ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നോക്കി, ഇവിടെ പിന്നെ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഏറ്റവും വലിയ വശം, ഏറ്റവും വലുത് ഇവിടെ 4x ആണ്. ആ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 കൂടുതലാണ്. ചെറിയ വശമായ 2x + 20 കൂടുതലാണോ കുറവാണോ എന്ന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഒരുപോലുള്ളതിനെ ഒരിടത്തോട്ട് കൊണ്ടുവരിക. 4x-ഉം 2x-ഉം ഒരേ ഇതിലാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ 2x-നെ പൊക്കി ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ 4x-നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇവിടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 2x-നെ ഇപ്പുറത്ത് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. = 20. അപ്പം 4x-ൽ നിന്ന് 2x പോയാൽ 2x ആണ്. 20 2x-ൻ്റെ വാല്യൂ ആണെങ്കിൽ 2x എന്ന് വെച്ചാൽ 2 × x ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായി, അങ്ങനെ 10 കിട്ടി. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി നമുക്ക് എന്താ ഓരോ വശങ്ങളും എടുത്തേ. വശങ്ങൾ അല്ലെങ്കിൽ സൈഡ് എടുത്ത കുഞ്ഞുങ്ങളെ, ഇവിടെ വശങ്ങൾ ഞാൻ ഈ രണ്ടും എഴുതുന്ന 2 മീഡിയക്കാർക്കും വേണ്ടി കേട്ടോ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് ഏതാണ്? 2x. 2x-ൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ പറഞ്ഞു 2 × x ആണ് അല്ലേ. 2 × x നമുക്കിപ്പോൾ കിട്ടി 10 ആണ്. അപ്പോൾ 10 = 20 സെൻറ്റിമീറ്റർ ഒരു വശം കിട്ടി. അടുത്ത എത്ര? 2x കഴിഞ്ഞാൽ 3x. 3x എന്ന് പറഞ്ഞാൽ 3 × x ആണ്. 3 × 10 എത്ര? 30 സെൻറ്റിമീറ്റർ കണ്ടോ. അടുത്തത് 4x. 4x = 4 × x ആണ്. 4 × 10 ആണ് = 40 സെൻറ്റിമീറ്റർ കണ്ടോ. പിടികിട്ടോ? 20, 30, 40 ഒക്കെ എങ്ങനെയാ വന്നത്? ഇത് എളുപ്പമല്ലേ കുഞ്ഞിൽ? റേഷ്യോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ റേഷ്യോയുടെ കണക്ക് ആദ്യം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൽ ആദ്യം ഇതിൽ റേഷ്യോ ഒക്കെ എഴുതുക. കാരണം ഏറ്റവും എളുപ്പം 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കണക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേഷ്യോയുടെ കണക്ക് വരുവാണെങ്കിൽ അത് ചെയ്യാന്നുള്ള കേട്ടോ. അംശബന്ധത്തിൻ്റെ ഇതുപോലെ റേഷ്യോ വരുവാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ കേട്ടോ. 1-2 വട്ടം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് മനസ്സിലാവും കേട്ടോ. കാരണം എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വില ഇട്ടങ്ങ് ചെയ്താൽ മതി കേട്ടോ. എളുപ്പം എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. മനസ്സിലാക്കി എഴുതണേ കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി മൂന്നാമത്തെ നോക്കിയേ. ഒരു ചതുരപ്പെട്ടിയുടെ നീളവും, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ, ഞാൻ ഇംഗ്ലീഷോട് എഴുതാൻ എന്താണെന്നറിയോ? ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ടല്ലോ. അപ്പോൾ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ മലയാളം അർത്ഥമാണ് നമുക്ക് അതിൻ്റെ കിട്ടേണ്ടത്. അതിനായി മലയാളത്തിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഒരു ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം, ഒരു ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരവും അല്ലേ തമ്മിലുള്ള അംശബന്ധം എത്രയ്ക്കാ? 2:3:5 ആണ്. അതിൻ്റെ വ്യാപ്തം 3750 ഘന സെൻറ്റിമീറ്ററുമാണ്. നീളവും വീതിയും ഉയരവും നമ്മൾ കണക്കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ചതുരപ്പെട്ടി കുഞ്ഞുങ്ങളെ, ചതുരം റഫായിട്ടൊന്ന് വരയ്ക്കാം കേട്ടോ. ചതുരത്തിൻ്റെ പെട്ടി പോലെ ഒരു സാധനം, ക്യൂബോയിഡ് പോലെ ഇരിക്കുമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. കാരണം നമുക്ക് പെട്ടിയാണ് വേണ്ടത്. ഇതുപോലൊരു പെട്ടി. ഈ പെട്ടിക്ക് നീളം കൊടുത്തിട്ടുണ്ട് എത്ര? നീളവും വീതിയും ഉയരവും. നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അല്ലേ, 2 ആണ്. പിന്നെ വീതി എന്ന് പറയുന്നത് 3 കൊടുക്കാം. ഇത് നീളവും ഇത് വീതിയും ഇത് ഉയരവും. മേപ്പോട്ടിരിക്കുന്നതാണല്ലോ ഉയരം 5 കേട്ടോ. ഇതൊരു ചതുരപ്പെട്ടി പോലെ, എന്ന് വെച്ചാൽ നമ്മുടെ ചതുരപ്പെട്ടിയാണല്ലേ, റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ നീളം കൊടുത്തിട്ടുണ്ട്, വീതിയാണിത്, ഇത് ഉയരമാണ്. ഓക്കെ, ഇത് 3 കൊടുത്തിട്ടുണ്ട്. അംശബന്ധം തന്നു. അംശബന്ധം തന്നാൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട കേട്ടോ. അതായത് നമുക്ക് റേഷ്യോ അല്ലെങ്കിൽ ഏതിൻ്റെ അങ്ങനെ എഴുതിയാൽ നിങ്ങൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം നമുക്ക് തന്നത് എത്രയ്ക്കാണ്? അംശബന്ധം = 2:3:5 അല്ലേ. 2:3:5. അപ്പം നമ്മൾ ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ എത്രയാണെന്ന് എഴുതാം അല്ലേ. നീളം എത്ര കുഞ്ഞുങ്ങളെ? ലെങ്ത് അല്ലേ, LEN ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ നീളം എത്രയാ? 2 എഴുതാം. അപ്പം നമ്മൾ റേഷ്യോയെ മാറ്റുമ്പോൾ 2x. റേഷ്യോ തന്നിരിക്കുന്ന റേഷ്യോ ഏത് കണക്ക് നിങ്ങൾ എടുത്താലും കാണാൻ പറ്റുന്നുള്ളൂ. x കൊടുത്തു. അടുത്തത് വീതി അല്ലെങ്കിൽ വിഡ്ത്തിനെ നമുക്ക് വീതി എന്ന് എഴുതാം. വീതി എത്ര? രണ്ടാമത്തെ 3x. ഇനി ഏതാണ്? ഉയരം, ഹൈറ്റ് എന്ന് വെച്ചാൽ ഉയരം എത്ര വന്നിട്ടുണ്ട്? 5x.
അല്ലേ? ഒരു എന്താ നീളവും വീതിയും ഉയരവും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? വോളിയം കാണുന്നതിനുള്ള ഉണ്ടോ കുഞ്ഞുങ്ങളെ? നീളവും വീതിയും ഉയരവും തന്നു കഴിഞ്ഞാൽ അല്ലേ, റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലേ, അല്ലയോ, ഒരു ചതുര പെട്ടിയല്ലേ, അപ്പം നമുക്ക് എന്തോ കാണാം? വോളിയം കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വോളിയം അല്ലെ വ്യാപ്തം ഈസിക്കൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. വോളിയം വ്യാപ്തം കാണുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നീളമുണ്ട്, ഉയരമുണ്ട്, ഹൈറ്റുമുണ്ട്. തന്നെയുമല്ല എന്താ അതിൻ്റെ വ്യാപ്തവും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. വോളിയവും തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഴുതാമല്ലോ. എത്രയ്ക്കാണ് നിങ്ങളെ? നീളം 2x നീളം കേട്ടോ. ഇൻറ്റു ആണേ, പ്ലസ് അല്ല ഇവിടെ കേട്ടോ. ഇൻറ്റു എന്തുകൊണ്ടാണ്? നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. വ്യാപ്തം കാണാനാണ് കേട്ടോ. വ്യാപ്തം കേട്ടോ. അതൊക്കെ ഇൻറ്റു ആണേ, പ്ലസ്. ഇതുവരെയുള്ള കണക്കെല്ലാം നമ്മൾ പ്ലസ് ആയിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ? മറ്റേതെല്ലാം കൂടെ നമുക്ക് പെരിമീറ്റർ കാണാനും ഒക്കെ ഉള്ളതാണ്. ഇതൊക്കെ നീളം ഗുണം വീതി ഇൻറ്റു ഹൈറ്റ് അല്ലേ? എത്ര നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്? 3750 തന്നിട്ടുണ്ട് കേട്ടോ. വോളിയം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ എഴുതിക്കുക വോളിയം ഈസിക്കൽ ടു 3750 എന്താ ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത് നമ്മൾ പഠിച്ചതാണ്, സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടാം. 5 3 8 അല്ലേ? അല്ല, ഇൻറ്റു 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 5 30 കേട്ടോ. 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 5 30. പിന്നെയോ എക്സ് ഇൻറ്റു എക്സ് അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് ഈസിക്കൽ ടു എക്സ് ക്യൂബാണ്. അതേപോലെ എക്സ് പ്ലസ് എക്സ് ആയിരുന്നെങ്കിലോ അതെന്താ 3x ആയിന് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ 1-2 വട്ടം നമ്മുടെ ചാനലിൽ പറഞ്ഞതാണ്. ഈ ഇൻറ്റുവും പ്ലസും തങ്ങളിൽ കേട്ടോ. പ്ലസ് ആണെങ്കിൽ 3x കൂട്ടി അങ്ങ് വെക്കുക. അതേപോലെ ഇൻറ്റു ആണെങ്കിൽ 2 എണ്ണയുള്ളെങ്കിൽ സ്ക്വയർ, 3 എണ്ണയുള്ളെങ്കിൽ ക്യൂബ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണേ, അതുകൊണ്ട് എന്താ വന്നത്? ക്യൂബാണ് കേട്ടോ. എക്സ് ക്യൂബാണ് ഈസിക്കൽ ടു 3750. അപ്പം എക്സ് ക്യൂബ് ഈസിക്കൽ ടു അതിൽ കണ്ടുപിടിക്കേണ്ടത് 3750 ഡിവൈഡ് 30. മേളിലും താഴെയും 0 വന്നാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വെട്ടിക്കളയാം. അപ്പം 375 ഡിവൈഡ് 3 ഒരു 3 3 7 2 3 6 1 5 5 3 15 എത്ര വന്നു? എക്സ് ക്യൂബ് ഈസിക്കൽ ടു 125 വന്നു കേട്ടോ. ക്യൂബ് അല്ലേ? എക്സ് ക്യൂബ് ഈസിക്കൽ ടു 125 ആണെങ്കിൽ ഈ എക്സ് ക്യൂബിൻ്റെ അർത്ഥം എന്താവും നിങ്ങളെ? എക്സ് ഇൻറ്റു എക്സ് എന്നാണ് എക്സ് ക്യൂബ്. 125നെ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സ് ക്യൂബിനെ നമ്മളിങ്ങനെ ചെയ്തെങ്കിൽ 125നെയും ചെയ്തുകൂടായോ? 125നെ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, 5ൻ്റെ ടേബിൾ, ലാസ്റ്റ് 5 ആയതുകൊണ്ട് 5ൻ്റെ ടേബിൾ എത്ര? 2 5 10 5 5 25 25 5 5 കണ്ടോ എത്ര വന്നു? 5 ഇൻറ്റു 5 എന്ന് വന്നു. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ നോക്കിയേ. ഇവിടെ എക്സിന് 5 എക്സ് 5 എക്സ് 5 3x 3 5 ആവുന്നത് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസിക്കൽ ടു 5 എന്ന് എഴുതാം കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് ആണ് 5 ഇൻറ്റു 5 എന്ന് വന്നത്. അപ്പോൾ നമുക്ക് അതിനെ എക്സ് ഈസിക്കൽ ടു 5 എന്ന് എഴുതാം. അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടിയേ. നമ്മൾ ഏത് കണക്ക് ചെയ്താലും എക്സിൻ്റെ വില കിട്ടാനാണ് ആദ്യത്തെ നമ്മുടെ കഠിനമായ പ്രയത്നത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കിട്ടി. അപ്പോൾ ഇവിടെ നീളം നോക്കിയേ. നീളം എത്ര? നിങ്ങൾ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. നീളം 2x ആണ്. 2x എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് ആണ് അല്ലേ? എക്സ് നമുക്ക് കിട്ടി 5. അപ്പം 2 ഇൻറ്റു 5 ഈസിക്കൽ ടു 10 സെൻറ്റിമീറ്റർ കേട്ടോ. കിട്ടിയേ. അടുത്ത 3x. അപ്പോൾ എന്താ? 3 ഇൻറ്റു 5 3 5 15 കേട്ടോ. അടുത്തോ 5x 5 ഇൻറ്റു 5 25 കേട്ടോ. അത് നല്ലപോലെ നോക്കിയേ. 25 സെൻറ്റിമീറ്റർ. ഇതെല്ലാം സെൻറ്റിമീറ്റർ ആട്ടോ. നീളവും വീതിയും ഉയരവും ഒക്കെ എന്താണ്? സെൻറ്റിമീറ്ററിലാണ്. എത്രയ്ക്കാണ് വന്നത് നോക്കിക്കോ. ഇത് ലാസ്റ്റിൽ എഴുതണ്ട കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി 2x 3x 5x എന്നുണ്ട്. അതിന് എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇതുപോലെ എഴുതണം. അപ്പോൾ ആൻസർ എത്ര വരും? 10. നിങ്ങൾ ആൻസർ കണ്ട് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. നീളം 2x ഈസിക്കൽ ടു 2 ഇൻറ്റു എക്സ് 10. വീതി 3x ആണ്. ഹൈറ്റ് ഇതാണ്. ഓക്കെ ആണോ നിങ്ങളെ? അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, അതുകൂടെ നമുക്ക് ചെയ്യാം. കറുത്ത മുത്തുകളുടെ എണ്ണം 3x ആയിട്ടും 3x കേട്ടോ. 3 എന്ന് വെച്ചാൽ ബ്ലാക്ക്
വൈറ്റ് 3x ആയിട്ടും വെളുത്ത മുത്തുകളുടെ എണ്ണം 5x ആയിട്ടും കേട്ടോ. നമ്പർ ഓഫ് എത്ര വൈറ്റ് ബീഡ്സുകളുടെ എണ്ണത്തിനെ നമ്മൾ 5x ആയിട്ടും കൊടുക്കുക. ഇത് അംശബന്ധത്തിലാണ് കേട്ടോ. 5x ആയിട്ടും കൊടുക്കുക. പിന്നെയോ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെളുത്ത മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം. ഇനി അടുത്ത ഈ വെളുത്ത മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 2:3. 3 നിറത്തിലുമുള്ള മുത്തുകളുടെ എണ്ണം തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തിൽ ഇവിടെ ആര് വന്നു? അതായത് രണ്ടാം അംശബന്ധത്തിലെ വെളുത്ത മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം പറയുന്നത് എത്ര നിങ്ങളെവിടെ? രണ്ടാം അംശബന്ധത്തിലെ വെളുത്ത മുത്തുകളുടെയും ചുവന്ന നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. നിങ്ങൾ അഥവാ ഇനി മലയാളമായിരുന്നല്ലോ ഇംഗ്ലീഷ് ഇല്ലല്ലോ എന്ന് വിചാരിക്കില്ലേ. അല്ലാതെ സെക്കൻഡ് റേഷ്യോ എന്ന് കൊടുത്താൽ മതി. അപ്പം എന്താ വൈറ്റ് ബീഡ്സും റെഡാണ്, ഓരോന്നിൻ്റെയും കറക്റ്റ് റെഡും വൈറ്റുമാണ് എത്ര കൊടുത്തിരിക്കുന്നത്? 2:3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ, ഇത് റേഷ്യോയിലാണ്. റേഷ്യോ മാറ്റുമ്പോൾ നമുക്കിതിനെ 2x 3x എന്ന് കൊടുത്തുകൂടാ. പക്ഷേ ഓൾറെഡി നമ്മളിവിടെ x കൊടുത്തത് കൊണ്ട് ഇതിനെ നമുക്ക് 2y:3y എന്ന് കൊടുക്കാം. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ഇത് കേട്ടോ. അതായത് കറുത്ത മുത്തുകളുടെ എണ്ണവും വെളുത്ത മുത്തുകളുടെ എണ്ണവും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:5. നമ്മൾ റേഷ്യോയിൽ തരുന്നതിനെ മാറ്റി 3x 5x എന്ന് കൊടുത്തു. ഇനി അത് രണ്ടാമത്തെ അംശബന്ധത്തിൽ അവർ അത് തന്നെ വെളുത്ത മുത്തും ചുവന്ന മുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അംശം നമ്മൾ x കൊടുക്കാഞ്ഞത് ഓൾറെഡി ഇവിടെ x നമ്മൾ എഴുതിയോണ്ട് ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇട്ട് വിളിക്കാം. അതുകൊണ്ട് 2y 3y എന്ന പേര് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ എഴുതുമെന്ന് നോക്കി. നമ്മൾ നേരത്തെ ഇത് പഠിച്ച രീതി വെച്ചിട്ട്, അതായത് കറുത്ത മുത്തുകളുടെ എണ്ണവും വെളുത്ത മുത്തുകളുടെ വെളുത്ത മുത്തുകളുടെ എണ്ണങ്ങൾ പറയണമെങ്കിൽ നോക്കിക്കേ. അതായത് 5x കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതി ഞാൻ പറയാമെങ്കിൽ കറുത്ത മുത്തുകളുടെ എണ്ണം നമുക്ക് 3 ആണ്. നമ്മുടെ റേഷ്യോ എന്നേക്കുന്നത് 3:5 ആണ് അല്ലേ. റേഷ്യോയെ നമ്മൾ മാറ്റി എക്സിറ്റ് എടുക്കുമ്പോൾ കറുത്ത മുത്തുകളുടെ എണ്ണം ടേക്കിംഗ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എത്ര എടുത്തു? 3x എന്ന് കൊടുക്കുക അല്ലേ. വെളുത്ത മുത്തുകളുടെ എണ്ണം വൈറ്റ് ബീഡ്സിനെ 5x എന്നും കൊടുത്തു. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന റേഷ്യോ എന്ന് വെച്ചാൽ 3x:5x എന്നാണ്. ഇനി രണ്ടാമതേം തന്നിട്ടുണ്ട്, സെക്കൻഡ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയ്ക്കാ? 2:3 എന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? പിന്നെ തന്നിരിക്കുന്നത് റെഡ് കേട്ടോ. അതൊക്കെ നോക്കണേ കുഞ്ഞില്ല, ഇതൊക്കെ നോക്കണേ കേട്ടോ. ഏതാ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അംശബന്ധം? ചുവന്ന മുത്തുകളുടെ എണ്ണം തമ്മിലുള്ള അംശബന്ധം 2:2. വെളുത്ത മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 2:3 എന്നാണ്. അത് നമ്മൾ എന്തുകൊണ്ടാണ് സെക്കൻഡ് റേഷ്യോ എന്ന് വെച്ചാൽ 2:3 ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി x പറഞ്ഞതുകൊണ്ട് വീണ്ടും എന്താണ് നമ്മൾ x എടുക്കാതെ y കൊടുത്തത് കേട്ടോ. ഇനി ഈ തന്നിരിക്കുന്നതിനെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 3:5 എന്ന് പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/5 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താണ്, ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എന്ന് പറയുന്ന പോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 അല്ലെങ്കിൽ വലിയ സംഖ്യ 5x കേട്ടോ ഇവിടെ രണ്ടാമത്തെ റെഡിൻ്റെ ആണ് കേട്ടോ. റെഡിൻ്റെ ഒന്ന് ഓർത്തോണേ, റെഡാണേ കൂടുതൽ. റെഡ് = 2:3 കേട്ടോ. കാരണം റെഡ് എത്ര ആണെന്ന് നമുക്ക് പറയുന്നില്ല. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതെന്നറിയോ? വെളുത്ത മുത്തുകളുടെയും മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 3 നിറത്തിലുമുള്ള മുത്തുകളുടെ എണ്ണം തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം 5:10 എന്നോ = 2:5 എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എഴുതും 5/10 = 2/5 എന്നിടുന്ന ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ഇതിൻ്റെ 2 കണക്ക് ചെയ്തതാണ്. പാർട്ട് 3-ലാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ എന്ന് പറയുന്ന പോലെ 5x എന്താ ഇവിടുത്തെ നമ്മൾ പറഞ്ഞത്? എന്താ? വെളുത്ത മുത്തുകളുടെ എണ്ണം ബൈ റെഡ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. കാരണം ബാക്കിയുള്ള എല്ലാം തന്നിട്ടുണ്ട്. റെഡ് ബൈ പിന്നെ പുതിയ രണ്ടാമത്തെ 2:3 കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് എത്ര എണ്ണം പറഞ്ഞിട്ടില്ല, റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം? നോക്കിയേ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതണം? റെഡ് ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും എങ്ങനെ എഴുതും? 2 × റെഡ് = 3 × 5x കേട്ടോ. ക്രോസ് മൾട്ടിപ്പിൾ ഒന്നീ 5x × 3 അല്ലെങ്കിൽ 2 = 2 × റെഡ് കേട്ടോ. അപ്പോൾ 2 × റെഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 × റെഡ് = 3 × 5 15x
15x. അപ്പോൾ റെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് റെഡ് ഈസ് ഈക്വൽ ടു 15x ബൈ ഈ രണ്ടിപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ റെഡ് ഈസ് ഈക്വൽ ടു 15x/2 എന്ന് കിട്ടി റെഡ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെ കിട്ടി? കറുപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ട്, കറുത്തതുണ്ട്, പിന്നെ വെളുപ്പുണ്ട്, ഇപ്പം നമുക്ക് റെഡും കിട്ടി കേട്ടോ. അപ്പോൾ അതിനെ റേഷ്യോയിലിട്ട് എങ്ങനെ എഴുതും? കറുപ്പ് ഈസ് ടു വെളുപ്പ് ഈസ് ടു ചുവപ്പ് അല്ലേ? ബ്ലാക്ക് ഈസ് ടു വൈറ്റ് ഈസ് ടു റെഡ് കേട്ടോ. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങ് എഴുതുക. അപ്പോൾ നമുക്കിവിടെ കറുപ്പ് എത്ര? നമ്മുടെ ഓൾറെഡി നേരത്തെ നമുക്കുണ്ട് ക്വസ്റ്റ്യൻ 3x ആണ്. ഈസ് ടു വെളുപ്പ് എത്ര? 5x ആണ്. ഈസ് ടു ഇപ്പം കിട്ടിയ റെഡ് എത്ര? 15x/2 കേട്ടോ. 15x/2 നോക്കിയേ. നമ്മൾ ഇതേ ഒരു കണക്ക് നേരത്തെ ചെയ്താൽ ഈ ഒരെണ്ണത്തിൻ്റെ മാത്രം ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ചെയ്യണം കുഞ്ഞുങ്ങളെ? അതായത് ഈ ഛേദത്തിനെ നമ്മൾ ബാക്കിയുള്ളത് കൊണ്ട് ഇൻഡു ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഒരെണ്ണത്തിനാണ് വന്നത്, ആ ഛേദം കൊണ്ട് ഇതിനെ എല്ലാം എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്നും ഛേദമില്ല, അതായത് ഡിനോമിനേറ്റർ ഇല്ല. ഇതിനുണ്ടോ? ഇല്ല. ഇതിനുണ്ടോ? ഇല്ല. പക്ഷേ ഇതിന് മാത്രമുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതിനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു ഇവിടെ 2 ഇട്ട് കൊടുക്കണം. പിന്നെ 5 ഇൻറ്റു ഇവിടെയും 2 ഇട്ട് കൊടുക്കണം. ഇസ്റ്റു 15 ഈ എക്സ് അവിടെ എക്സിനെ മാറ്റിയിട്ട് അവിടെ ഇൻറ്റു 2 ഇട്ടിട്ട് ബൈ 2 കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ 2 അതായത് ഈ ഒരെണ്ണത്തിന് മാത്രമേ വന്നിട്ടുള്ളൂ. ആ 2 നമ്മൾ ഈ 3 എണ്ണത്തിനും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനെ ഒഴിവാക്കല്ലേ, കാരണം കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അപ്പം ഈ മുകളിൽ കിടക്കുന്ന 2 താഴെ കിടക്കുന്ന 2നെ വെട്ടിപ്പോവും. അപ്പം 3 ഇൻറ്റു 2 6, 5 ഇൻറ്റു 2 10, 15 ഈ രണ്ടും വിട്ടുപോയി 15 ഇങ്ങനെ വരും കേട്ടോ. ഇതൊക്കെ ചെയ്ത് പഠിച്ചെങ്കിലേ മനസ്സിലാവും. കാരണം ഇതിലെ കണക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ കറുത്തത് എത്രയാണ്, വെളുത്തത് നമ്മുടെ ചോദ്യത്തിലുണ്ട്. പിന്നെ നമ്മൾ റെഡിൻ്റെ കണ്ടുപിടിച്ചു. റെഡിൻ്റെ നോക്കിയേ ഭിന്നസംഖ്യയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എഴുതി വന്നപ്പോൾ ഒരെണ്ണത്തിന് മാത്രം എന്താണ് ഭിന്നസംഖ്യ ഫ്രാക്ഷനിൽ വന്നിരിക്കുക അല്ലേ? ബാക്കിയുള്ളത് നോക്കിയാൽ അല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഭിന്നസംഖ്യ മറ്റേതിനെയും കൂടെ എന്ത് ചെയ്തു? ആ തന്നിരിക്കുന്ന എത്ര ആണോ, ഇവിടെ ഇപ്പോൾ 3 ആണെങ്കിൽ ഇതിനും 3 ഇട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 5 ആണെങ്കിൽ ഇതിനും 5 ഇട്ട് ചെയ്യണം കേട്ടോ. 3 പേർക്കും കൊടുക്കണം. എത്ര പേരുണ്ടോ അത്രയും പേർക്കും കൊടുക്കണം. അപ്പോൾ ഈ 2 നമ്മൾ എന്ത് ചെയ്തു? 3 പേർക്കും കൊടുത്തു. ഇതിനും കൊടുത്തു. ഇതിനുണ്ടെന്ന് വിചാരിച്ചിരിക്കരുത്, ഇയാൾക്കും കൊടുക്കണം കേട്ടോ. അപ്പം മുകളിലും താഴെ ഒരേ സംഖ്യ വന്നതുകൊണ്ടാണ് വെട്ടിപ്പോകുന്നത്. അല്ലെങ്കിലും 15 ഇൻറ്റു 2 30/2 15 വരും. ഇനി വെട്ടിയില്ലെങ്കിലും വരും. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വെട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ വിചാരിക്കും ഇത് വെട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കല്ലേ. 15 ഇൻറ്റു 2 30 ആണ് അല്ലേ? 30/2 15 അല്ലെങ്കിലും കിട്ടും കേട്ടോ. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് വെട്ടിയത്. അപ്പോൾ 6:10:15 ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതേലെ കണക്കുകൾ ഇത് ഇച്ചിരി മറ്റേതിനെ അപേക്ഷിച്ച് ഇച്ചിരി പാടാ, പക്ഷെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.